ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ചാമ്പർ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 6.5 ഗോസ് എന്ന് പറഞ്ഞാൽ 1 ഗോസ് ഈക്വൽ ടു 10⁻⁻⁴ ടെസ്ലയാണ്. ഈസ് മെയിൻറ്റെയിൻഡ്. ഇതൊന്ന് ഓർത്ത് വെച്ചേര്. 1 ഗോസ് ഈസ് ഈക്വൽ ടു 10⁻⁻⁴ ടെസ്ല. An electron is shot into the field with a speed of 4.8 into 10⁻⁶ meter per second normal to the field. Explain why the path of the electron is circle. Determine the radius of the circular orbit. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഫസ്റ്റ് പാർട്ട് നമുക്കറിയാം. എക്സ്പ്ലെയിൻ വൈ ദ പാത്ത് ഓഫ് ദ ഇലക്ട്രോൺ ഈസ് സർക്കിൾ. നമുക്കതറിയാം എന്താണെന്നുള്ളത് അല്ലേ. ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ സർക്കുലർ മോഷനാണ് നമുക്കറിയാം. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ റേഡിയസ് ആണ് കാണാൻ പോകുന്നത്. ഡിറ്റർമിൻ ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ ഓർബിറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണുള്ളത്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിനകത്ത് ഒരു ഇലക്ട്രോൺ 4.8 into 10⁻⁶ meter per second സ്പീഡിൽ ഇതിൽ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് വരിക? ഒരു സർക്കുലർ മോഷനിലായിരിക്കും മൂവ് ചെയ്യുക. റിമെമ്പർ, ഒരു ചെറിയൊരു കാര്യം ഓർത്ത് വെച്ചേക്കണം. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും മൂവ് ചെയ്യുക. ഇങ്ങനെയാണ് ഡയഗ്രാമെങ്കിൽ. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിലും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ക്ലോക്ക് വൈസിലായിരിക്കും മൂവ് ചെയ്യുക. അതൊന്ന് ഓർമ്മയുണ്ടായാൽ മതി. എന്ത് തന്നെയായാലും സർക്കുലർ മോഷനാണ്. ഇലക്ട്രോൺ മൂവിങ് അലോങ് എ സർക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കിതിൻ്റെ റേഡിയസ് ആണ് വേണ്ടത്. ഫിഗർ വരയ്ക്കേണ്ട ആവശ്യം പോലും ഇല്ല. റേഡിയസ് കാണാനുള്ള ഫോർമുല ഓർമ്മയുണ്ടോ? റേഡിയസ് കാണാനുള്ള ഫോർമുല mv/qb ആണ്. പഠിച്ചിട്ടുണ്ടല്ലോ. mv/qb. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ. മാസ് ഓഫ് ഇലക്ട്രോൺ ഇവിടെ തന്നിട്ടുണ്ട് 9.1 into 10⁻⁻31. 9.1 into 10⁻⁻31. വി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദ ഇലക്ട്രോൺ. അത് മാറുന്നില്ല. അത് സർക്കുലർ മോഷനിലാണെന്നുണ്ടെങ്കിലും സ്പീഡ് റിമെയിൻസ് സെയിം ആണ്. സ്പീഡ് 4.8 into 10⁻⁶. 4.8 into 10⁻⁶ ഡിവൈഡഡ് ബൈ ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ. ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ നമുക്കറിയാം 1.6 into 10⁻⁻19 കൂളമാണ്. ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് 6.5 into 10⁻⁻4 ആണ്. 1 ഗോസ് എന്ന് പറഞ്ഞാൽ 10⁻⁻4 ആണല്ലോ. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് 6.5 into 10⁻⁻4. ഇത് ചെയ്തു വരുമ്പോൾ ആൻസർ ഇവിടെ എഴുതി വെക്കാം. കാൽക്കുലേഷൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. 4.2 സെൻറ്റിമീറ്റർ ആണ് ആൻസർ വരുന്നത്. ഓക്കെ.